ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നമ്മൾ ഇഡ്ഡലിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ തലേ ദിവസം തന്നെ കൂട്ടി വെച്ചിട്ടുണ്ടേനും. ഇപ്പോൾ തണുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മാവൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടേനും കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് മാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇഡ്ഡലി തട്ടിൽ ഇതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലും നൂൽപുട്ട് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ എളുപ്പത്തിലാവും കേട്ടോ. നമുക്ക് ഗ്യാസും അങ്ങനെ അധികം ചിലവാവില്ല. അതേപോലെ തന്നെ നമ്മൾ പണി എളുപ്പം തീരും. കാരണം അതിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസുകളുണ്ട്. ആ ഹോൾസ് കൂടെ പെട്ടെന്ന് ആവി കയറുമ്പോഴേ വേഗം വെന്ത് കിട്ടും. അങ്ങനെ അത് ആവി കയറ്റാനൊക്കെ വെച്ചു. പിന്നെ അതാ ഞാൻ അതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളോട് കുറേ ദിവസമായിക്കണം കമൻറ്റിൽ ഇങ്ങനെ പിന്നെ നമ്മളൊരു കൂട്ടുകാർ ചോദിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ, നിങ്ങൾ പിന്നെ ഇഡ്ഡലിക്ക് ചമ്മന്തി ഉണ്ടാക്കില്ല തക്കാളി ഇട്ടിട്ടുള്ള അതിൻ്റെ റെസിപ്പി കാണിക്കുമോ എന്ന് ചോദിച്ചിനി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തക്കാളി ചട്നീൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു തക്കാളി ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചപ്പോഴത്തേന് നമ്മളതാ ഇഡ്ഡലി ആവിയൊക്കെ കയറി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറിയിട്ട് വേണം തട്ടുന്ന് എടുക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലിക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിനിന്നുള്ളത്. അപ്പോൾ ആ വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടോ. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒന്നിങ്ങനെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ. ആ സ്മെല്ലൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുത്തു. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ സവാളക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കട്ടോ. ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി എടുക്കുക. അതേപോലെ തന്നെ ഉണക്കമുളക് വേണമെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഇപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ചേർത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്താണ്ട് അത് വഴറ്റിയെടുത്തിട്ടുണ്ടേനും. പിന്നെ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. പിന്നെ അരിഞ്ഞ് വെച്ച തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ അടച്ചു വെച്ചു. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടുന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയപ്പം ഉഴുന്ന് കുറച്ച് കുറവാണ് കേട്ടോ. ഉഴുന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളതിന് കുറച്ച് ചോറും അതേപോലെ തന്നെ 1 കപ്പ് പച്ചരി ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയത്. നമ്മൾ സാധാരണ റേഷൻ അരിൻ്റെ ചോറ് തന്നെ കേട്ടോ ഇതിലേക്ക് മാവ് ഉണ്ടാക്കിയപ്പോൾ ചേർത്തിനത്. എന്നാലും കണ്ടോ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ തക്കാളിയും സവാളയൊക്കെ വഴറ്റാൻ വെച്ചിരുന്നല്ലോ. അപ്പോൾ തക്കാളിയൊക്കെ ഇതാ നല്ലോണം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ടൊന്നുമില്ല, ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക്. അപ്പോൾ കുഴപ്പമില്ല. ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചട്നി. അപ്പോൾ ഞാൻ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ അരപ്പ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഹൈക്ക് വറവിട്ടെടുത്താലും മതി. അപ്പോൾ ഞാൻ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ചില ആൾക്കാർ ഇങ്ങനത്തെ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളി കുറച്ച് ചേർക്കും. ഞാൻ പുളി ചേർത്തിട്ടില്ല കേട്ടോ. ആ തക്കാളിയിലുള്ള പുളി മാത്രമേ ഉള്ളൂ. പുളി ചേർക്കുന്നത് ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. ഇഡ്ഡലിക്കും അതേപോലെ ദോശക്കും തന്നെ പുളി ഉണ്ടാവണത് തന്നെ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കറിക്കും പുളി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോളണ്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇഡ്ഡലിയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു കുറുമ ഉണ്ടാക്കിയില്ല. ആ കുറുമക്കറി ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുറുമ എങ്ങനെ കിട്ടുക, കറിക്കൂട്ടിൻ്റെ കുറുമ പൗഡർ എങ്ങനെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിനി കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അതെങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കൊറിയറായിട്ടൊക്കെ അയക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം
നഷ്ടമാവും. അപ്പം ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇനി അതിൻ്റെ എമ്മി വരുമല്ലോ, അത് ഓരോ എമ്മി യൂണിറ്റുകളാണ് നമുക്കിത് ഇറക്കി തരിക. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത് കറിക്കൂട്ടിൻ്റെ ആൾക്കാരാണ് നമുക്ക് ചിക്കൻ മസാല തരുന്നതും അതേപോലെ സാമ്പാർ പൗഡറും കായം പിന്നെ കുറുമ വെർജിൻ ഓയിൽ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ ഓരത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയുന്നുണ്ട്. അവരെല്ലാ പ്രൊഡക്റ്റും അങ്ങനെ തന്നെ കേട്ടോ. ഒക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റുകളാണ്. ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം. എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ് കേട്ടോ. ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഒരു പ്ലേറ്റിക്ക് 2-3 ഇഡ്ഡലിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി ഇഡ്ഡലിയും തക്കാളി ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു അടുപ്പ് കാണുന്നത് ചില കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കമൻറ്റിൽ ഇങ്ങനെ പറയും അടുപ്പ് കാണിക്കണം കേട്ടോ, പുറത്തത്തെ കിച്ചൺ കാണിക്കണം കേട്ടോ എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ചോറ് മാത്രമേ അടുപ്പത്ത് വെക്കണുള്ളൂ. കുറേ കുക്കിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ചോറ് വെന്താൽ അപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതൊക്കെ ഉണ്ടാക്കാൻ നോക്കും. ഇന്നിപ്പോൾ കാര്യമായിട്ട് വേറെ കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഒന്നിപ്പം പച്ചക്കായ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അരി അടുപ്പത്തിട്ടതിന് ശേഷം പിന്നെ അകത്ത് വന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. മുഴുവൻ തൊലിയൊന്നും കളയണില്ല. അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ കട്ടിയുള്ള ഭാഗത്തെ തൊലി മാത്രമേ ഞാൻ കളയണുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇത് ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച ഭാഗമൊക്കെ ആ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ഉള്ളത്തെ കാമ്പ് മാത്രം എടുത്താണ്ട് കറി ഉണ്ടാക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു തൊലി കളയാതെ കേട്ടോ നല്ലത്. അപ്പം ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാനല്ലേ, അപ്പോൾ ഞാൻ തൊലിയൊന്നും വല്ലാതെ കളഞ്ഞിട്ടില്ല, കട്ടിയുള്ളത് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇതാ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഈ ഒരു പച്ചക്കായൊക്കെ അരിയുമ്പോൾ വെള്ളത്തിക്കല്ലേ അരിഞ്ഞിട്ട് കൊടുക്കുക. ഇന്നിപ്പോൾ ഞാനൊരു ബൗളിൽ തന്നെ കേട്ടോ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ തിരുമ്മി വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കറിയൊക്കെ പോവും. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വേഗം ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പാത്രം കഴുകലും അടിച്ചു വാരലും അങ്ങനെയുള്ള ക്ലീനിങ്ങും പരിപാടിയൊക്കെ എടുക്കുക. പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ ഐഫക്കുട്ടി മദ്രസത്ത് വരും, പിന്നെ ഓളെ സ്കൂൾക്ക് പറഞ്ഞേക്കണം. അങ്ങനെ ഓരോ ജോലികളുണ്ടാവും നമുക്ക്. അപ്പോൾ എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ നമ്മളെ സ്റ്റീലിൻ്റെ ചെറിയ കടായൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ അതാ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്താണ്ട് നമ്മളെ പച്ചക്കായ അരിഞ്ഞതേക്ക് ചേർത്തിന്. പിന്നെ അതിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ഇനി ഇത് ചെറിയ തീയിലിട്ട് അടച്ചു വെച്ചാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പാത്രം കഴുകുക വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. നമ്മളിപ്പോൾ എന്ത് ജോലികൾ ചെയ്യുകയാണെങ്കിലും അത് ഒരു ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ ജോലികൾ തീരൂലേ. നേരെ മറിച്ച് പിന്നെ ഇപ്പോൾ ഇടയ്ക്കൊന്ന് കുക്ക് ചെയ്യും, പിന്നെ പോയിട്ടൊന്ന് അടിച്ചു വരും. അങ്ങനെ ആകുമ്പോൾ ഏതും കഴിയാത്ത പോലെയാണ്. ഇപ്പം കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാത്രമൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ കിച്ചണത്തെ പരിപാടികൾ തീരും. പിന്നെ നമുക്ക് ആകെ അടിച്ചു വാരാ തുടക്കുക അങ്ങനെയുള്ള ജോലികളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അതൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കേണ്ടവർക്ക് വെറുതെ ഇരിക്കുക. അതേപോലെ വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ചെയ്യുക. ഇപ്പോൾ അധികം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്ന വീട്ടമ്മമാരാണ് അധികം ഉള്ളത്. സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ ചില വീട്ടമ്മമാരൊക്കെ നമ്മളോട് തന്നെ ഇങ്ങനെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കലുണ്ട്, പിന്നെ ഈ ഒരു ഹോം ഷോപ്പിൻ്റെ പദ്ധതി ഞങ്ങളെ നാട്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഈ ഒരു ജോലി ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. കാരണം പിന്നെ എല്ലാ ദിവസവും നമുക്ക് സ്റ്റോക്ക് റൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതേപോലെ പിന്നെ എല്ലാ ദിവസവും നമുക്ക് ജോലി ഉണ്ടാവില്ല. ജോലി ഉണ്ടാവും, പക്ഷേ നമ്മളെ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. അതിപ്പോൾ എന്ത് ജോലിക്കായാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്കൊക്കെ ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 9 മണി അല്ലെങ്കിൽ ഓരോരു കറക്റ്റ് ടൈം പറയുമ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ അവിടെ എത്തണം. ഇതാവുമ്പോൾ അതല്ലല്ലോ, ഇത് നമ്മളെ മക്കളെയൊക്കെ പറഞ്ഞയച്ച് നമ്മളെ ജോലികളൊക്കെ തീർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ജോലിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുകൊണ്ടിന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മീൻ നന്നാക്കാണ് കേട്ടോ. നമ്മളെ കിച്ചണത്തെ പരിപാടികളൊക്കെ തീർന്ന് കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടിട്ടുണ്ട്, കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ മീൻ കറി ഉണ്ടാക്കണം നമുക്ക്. മീൻ കറി ഈ ഒരു സമയത്താട്ടോ വന്നത്, അതുകൊണ്ടാണ് നേരം വൈകിയത്. അപ്പോൾ ഈ കുഞ്ഞ് മത്തി മീനാണ് കിട്ടുകയും ചെയ്തത്. അപ്പോൾ അതൊക്കെ ഞാൻ നന്നാക്കി കൊണ്ടുവന്നു കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതൊരു ചാറുകറി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ച് ലൂസായിട്ടുള്ള കറി കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ സാധാരണ ഉലുവയാണ് ചേർക്കല്. അപ്പോൾ ഉലുവ നോക്കുമ്പോൾ ഉലുവ പാത്രത്തിൽ കഴിഞ്ഞിരിക്കണം കേട്ടോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാൻ ഉലുവക്ക് പകരം കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉലുവ ഇട്ട് കൊടുത്തോണ്ടി കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടേനും, അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടേനും, അത് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ അമ്മ ഉണ്ടാക്കണ മീൻ കറി കേട്ടോ. അങ്ങനെ കുഞ്ഞ് മത്തി മീനൊക്കെ കിട്ടുമ്പോൾ അങ്ങനത്തെ കറിയാണ് അമ്മ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചിൻ്റെയൊക്കെ ഒരു പച്ചമണക്ക് മാറി വന്നപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചതച്ച് വെച്ചിനി, അത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറിക്ക് സവാള അങ്ങനെ ചേർക്കൂല കേട്ടോ. ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം സവാള ചേർത്താലും മതി. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചൂടുള്ള എണ്ണയ്ക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കുക, അല്ലെങ്കിൽ പറ്റ ചെറിയ തീയിലിട്ട് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിയും മസാലപ്പൊടികളൊക്കെ. അപ്പോൾ കറിൻ്റെയൊക്കെ ടേസ്റ്റ് മാറും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഫസ്റ്റ് കുക്കിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് പറയുന്ന കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്തു, പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി വെന്ത് വരട്ടെ. അപ്പോൾ സവാളൻ്റെ കൂടെ തന്നെ ഈ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ആ തക്കാളിത്തെ വെള്ളം ഇറങ്ങുമ്പോഴേ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ കറിക്ക് ഒരു ഭംഗി കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാട്ടോ ആ ഒരു സമയത്ത് തക്കാളി ചേർക്കാത്തത്. തക്കാളി ഒന്ന് ആവി കയറിയാൽ തന്നെ തക്കാളി വെന്ത് കിട്ടും. അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് അവിടെ തളിർ പുളി ഉണ്ടല്ലോ, അതും നമ്മുടെ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പുളിൻ്റെ പൾപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടേ നല്ല തണുപ്പാട്ടോ, അതുകൊണ്ടാണ് ഇതൊന്ന് പോരാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊരു 2-2.5 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ തന്നെ കറിക്ക് നല്ല അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അർജൻറ്റിൽ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ നമുക്ക് പുളി വെള്ളത്തിലിട്ട് അത് കുതിർത്താനൊന്നും ടൈമില്ലാത്ത ടൈമിലൊക്കെ നല്ലതാട്ടോ ഇങ്ങനത്തെ പുളിൻ്റെ പൾപ്പ് ഉണ്ടെങ്കിൽ. ഇതിന് ഒരു ബോട്ടിലിന് 60 രൂപയാണ് റേറ്റ്. അപ്പോൾ പുളിൻ്റെ പൾപ്പൊക്കെ ചേർത്ത് കൊടുത്തു, ഇളക്കി കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ചാറ് കറി ആയിട്ടാണ് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കറി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിന് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ചേർത്തിന് കേട്ടോ നേരത്തെ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട്. അപ്പോൾ അതപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീനേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞമ്മത്തി, നമ്മൾ ഇതിന് കുഞ്ഞമ്മത്തി എന്നാട്ടോ പറയാം. ഏത് മീൻ വെച്ചു ഇതേപോലെ കറി ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു കുഞ്ഞു മത്തി മീൻ വെച്ചിട്ട് ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതേപോലെയുള്ള കറി നമ്മൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഇനിയിപ്പോൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ അപ്പമൊക്കെ ചുടുമ്പോൾ അപ്പത്തേക്കൊക്കെ ഇങ്ങനത്തെ കറി നല്ലതാട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മീൻ കറിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ അങ്ങനെ തിളക്കും. അങ്ങനെ മീനൊക്കെ വെന്ത് ഞാൻ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ നമുക്ക് കൊറിയർ വന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് വാങ്ങാനൊക്കെ പോവാണ്ടേന് എനിക്ക്. അങ്ങനെ ഞാൻ അവിടെയൊക്കെ പോയി വന്ന്